വൈദികൻ. ആരാണവൻ? എന്നെപ്പോലെ, നിന്നെപ്പോലെ, നമ്മളെപ്പോലെ ഒരു പച്ചയായ മനുഷ്യനാണ് വൈദികൻ. അമ്മയുടെ ഗർഭത്തിൽ നിന്നും ഒരു ശിശുവായി ജനിച്ച് ബാലനായും യുവാവായും വളർന്ന ഒരു സാധാരണ മനുഷ്യജീവിയാണ് വൈദികൻ. സ്വന്തം ഇടവകയിലൂടെ ആധ്യാത്മികമായി വളരുകയും പല ശുശ്രൂഷകളിലും കണ്ടും കേട്ടും പങ്കുചേർന്ന് വളർന്ന ഒരു വ്യക്തിയാണ് വൈദികൻ. മറ്റ് പല വഴികളുടെ മധ്യത്തിലും ദൈവവിളി തിരിച്ചറിഞ്ഞ് ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി സ്വയത്തെ സമർപ്പിച്ച ഒരാളാണ് വൈദികൻ. സ്വന്തം വീടും നാടും മാതാപിതാക്കളെയും സ്നേഹിതരെയും വിട്ടകന്ന് ശുശ്രൂഷ ചെയ്യാനുള്ള നിയോഗത്തെ സ്വീകരിച്ച ഒരാളാണ് വൈദികൻ. ദൈവശാസ്ത്ര അഭ്യസനത്തിൻ്റെ നാൾവഴികളിൽ 56 പരീക്ഷകളും 11 ഇൻ്റർവ്യൂകളും നേരിട്ട ഒരു യുവാവാണ് വൈദികൻ. യേശുവിൻ്റെ കയ്യൊപ്പ് പൂർവ്വസഭാപിതാക്കന്മാരിൽ നിന്നും തിരുസഭയിലെ മേലധ്യക്ഷന്മാരിലൂടെ സ്വയം ചാർത്തപ്പെടുവാനും ഏറ്റെടുക്കുവാനും സമർപ്പിതനായ ഒരു വ്യക്തിയാണ് വൈദികൻ. ദൈവരാജ്യ വളർച്ചയ്ക്കായി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സ്ഥാപനങ്ങളിലും ഇടവകകളിലും പ്രയത്നിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വൈദികൻ. തുടർച്ചയായി സ്ഥലം മാറി പോകേണ്ടി വരുന്ന, സ്ഥിരം സുഹൃത്തുക്കളെ സൃഷ്ടിക്കാൻ സാധിക്കാത്ത, നിരന്തരമായി പഠന സാഹചര്യങ്ങൾ മാറേണ്ടി വരുന്ന മക്കളുടെ അപ്പനാണ് വൈദികൻ. ചില സന്ദർഭങ്ങളിൽ ശുശ്രൂഷ ഇടങ്ങളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം, നിരാശ, വൈഷമ്യങ്ങൾ ഭവനത്തിൽ ഏറ്റുവാങ്ങുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവാണ് വൈദികൻ. സ്വന്തം മാതാപിതാക്കളെ വിളിക്കാൻ മറന്നാലും ഇടവകയിലെ പ്രായമായ മാതാപിതാക്കളെയും രോഗികളെയും പ്രാർത്ഥനയുടെ കരുതലിലും സന്ദർശനത്തിലും സംരക്ഷണത്തിലും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് വൈദികൻ. സ്വന്തം മക്കളെ പ്രാർത്ഥനയിൽ ഓർക്കാൻ മറന്നാലും ഇടവകയിലെ കുഞ്ഞുങ്ങളെയും യൗവനക്കാരെയും പ്രാർത്ഥനയിൽ കരുതുന്ന വ്യക്തിയാണ് വൈദികൻ. ഒരു കുടുംബത്തിലെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഗൃഹനാഥനെ പോലെ ഇടവകയിലെ ഓരോ വ്യക്തികളെ ഒരുമയോടെ ചേർത്തിണക്കി കൊണ്ടുപോകുന്ന ഇടവക എന്ന കുടുംബത്തിൻ്റെ ഗൃഹനാഥനാണ് വൈദികൻ. വ്യത്യസ്ത നിലപാടുകളുള്ള മനുഷ്യരുടെ മധ്യേ വിയോജിപ്പുകളെയും വിമർശനങ്ങളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാധാരണ മനുഷ്യനാണ് വൈദികൻ. ഇടയൻ എന്ന നിലയിൽ തൻ്റെ ജനമാകുന്ന ആടുകൾ നേരിടുന്ന പ്രതിസന്ധികളും മുറിവുകളും നൊമ്പരങ്ങളും ഏറ്റെടുത്ത് തളർന്നു പോകുന്ന ആത്മീക പോരാട്ടത്തെ നേരിടുന്ന മുന്നണി പോരാളിയാണ് വൈദികൻ. അതുകൊണ്ട് അധികാരം, ജനപ്രിയത, കാമം, പണം എന്നീ പ്രലോഭനങ്ങളെ ദൈവരാജ്യ വഴിയിൽ നിരന്തരം നേരിടുവാനും അതിൽ പതറിപ്പോകുവാനും ഏറ്റവും അധികം സാധ്യതയുള്ള സാധാരണ മനുഷ്യനാണ് വൈദികൻ. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ കൂദാശകളുടെ അനുഷ്ഠാനവും ദൈവവചന വ്യാഖ്യാനവും ദൈവജന ശുശ്രൂഷയും ഗൗരവത്തോടെ നിർവഹിക്കേണ്ട പ്രതിബദ്ധത പുലർത്തുന്ന വ്യക്തിയാണ് വൈദികൻ. തളർന്നു പോകുന്ന നേരങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഏറെ ആവശ്യമുള്ള ഒരാളാണ് വൈദികൻ. ആയതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വൈദികന് വേണ്ടി, വൈദിക കുടുംബത്തിനു വേണ്ടി. നമ്മുടെ വൈദികൻ ദൈവീകനാകുവാൻ, നമ്മുടെ വൈദികൻ്റെ ശുശ്രൂഷയാൽ ദൈവരാജ്യം നമ്മിലൂടെ വളരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. വൈദികൻ ആരാണവൻ? നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമുള്ള മകൻ, അപ്പൻ, ഭർത്താവ്, സഹോദരൻ. നമ്മുടെ പ്രാർത്ഥനകൾ അർഹിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് വൈദികൻ.